മഞ്ച്കിൻലാൻഡിൽ ഓസിന്റെ ഭാഗമായ ഒരു പട്ടണത്തിൽ ദുഷ്ടമന്ത്രവാദിനിയുടെ മരണം നാട്ടുകാർ അറിയുന്നു. അവസാനം ഗാലിന്റെ ഒരു കുമിളയിലിറങ്ങി പടിഞ്ഞാറൻ ദുഷ്ട എല്ലാവരും സന്തുഷ്ടരാണെന്ന് തോന്നുന്നു. ഒരു നൃത്തം കഴിഞ്ഞ് ആഘോഷിച്ച ശേഷം ഒരു പെൺകുട്ടി ദുഷ്ടതയുടെ ഉദ്ഭവത്തെക്കുറിച്ച് ഗാലിന്റെയോട് ചോദിക്കുന്നു. ദുഷ്ടതയുടെ ഉദ്ഭവം ജന്മസിദ്ധമാണോ അതോ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിശ്ചിത ഉറപ്പില്ലാത്തതിനാൽ പലപ്പോഴും ആളുകളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണിതെന്നും ഗലിൻഡ കരുതുന്നു. അപ്പോൾ ഗലിൻഡ ദുഷ്ടമന്ത്രവാദിയുടെ അമ്മയ്ക്ക് മഞ്ച്കിൻലാൻഡിന്റെ ഗവർണറായ ത്രോപ്പുമായുള്ള വിവാഹബന്ധം നിലനിൽക്കെ ഒരു സഞ്ചരിക്കുന്ന കച്ചവടക്കാരനുമായി അവിഹിത ബന്ധമുണ്ടായ കഥ പറയുന്നു. ഈ ബന്ധത്തിലൂടെ മന്ത്രവാദിയുടെ അമ്മ ഗർഭിണിയായി. കുട്ടി തന്റേതാണെന്ന് ത്രോപ്പ് എപ്പോഴും വാദിച്ചു. ഭാര്യയുടെ പച്ചനിറമുള്ള നവജാത ശിശുവിനെ കണ്ടപ്പോൾ ത്രോപ്പ് നിരാശനായി. കുഞ്ഞിനെ മാറ്റാൻ നഴ്സുമാരോട് ആവശ്യപ്പെടുമ്പോൾ അവൾ നിലവിളിക്കാൻ തുടങ്ങി. മുറിയിലെ ചെറിയ വസ്തുക്കൾ പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ചുപോയി. അമ്പരപ്പ് ഉണ്ടായിട്ടും തന്റെ മകൾ എൽഫബയെ കാണേണ്ടതില്ലെന്ന് ത്രോപ്പ് ഉറച്ചു വിശ്വസിക്കുന്നു. ഡൽസിബെയർ എന്ന ആയ അവളെ മുറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവൾ എൽഫാബയെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. തുടർന്ന് ഡൽസിബിയർ എൽഫാബയെ അവളുടെ കുട്ടിക്കാലം മുഴുവൻ പരിപാലിക്കാൻ തീരുമാനിക്കുന്നു. ഒരു ഉച്ചകഴിഞ്ഞ് എൽഫാബ വായിക്കുമ്പോൾ ഡൽസിബിയർ അവരുടെ പിതാവിന്റെ വിളികൾക്ക് മറുപടി നൽകാൻ പോകുമ്പോൾ കൊച്ചു നെസ്സറോസിനെ നോക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. എൽഫാബക്ക് ഇതിൽ സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. കൂടാതെ നെസ്സറോസിന് ഒരു പുഷ്പം നൽകുകയും അസാധാരണമായ എന്തെങ്കിലും കാണാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തന്റെ പുസ്തകത്തിലെ ഒരു താൾ പങ്കുവച്ചുകൊണ്ട് എൽഫാബ നെസ്സറോസിനോട് ഓസിലെ അത്ഭുത മന്ത്രവാദി ഒരു ബലൂണിൽ വന്നതും പിന്നീട് മരതകത്തോടുള്ള ഇഷ്ടം കാരണം എമറാൾഡ് സിറ്റി നിർമ്മിച്ചതുമായ കഥ പറയുന്നു. എൽഫാബ നെസ്സറോസിനോട് പറയുന്നു, ഓസിന്റെ മാന്ത്രികൻ ആളുകൾക്ക് അവരെ നേരിൽ കണ്ടാൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള കഴിവുണ്ടെന്ന്. പെട്ടെന്നുതന്നെ ഒരു കൂട്ടം കുട്ടികൾ വീടിനടുത്ത് പ്രത്യക്ഷപ്പെടുകയും എൽഫാബയുടെ രൂപത്തെ പരിഹസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരെ കേട്ടതും നെസ്സറോസ് കരയുന്നു. ഇത് എൽഫാബയുടെ രോഷം വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷം അവൾ തന്റെ കഴിവുകൾ ഉപയോഗിച്ച് കുറെ കല്ലുകൾ ഉയർത്തി കുട്ടികളുടെ നേരെ എറിയുന്നു. ആ നിമിഷം ത്രോപ്പ് പ്രത്യക്ഷപ്പെട്ട് നെസ്സറോസിനെ കണ്ണീരോടെ കണ്ടെത്തുന്നു. എൽഫാബ് അവളുടെ സഹോദരിയെ ഉപദ്രവിച്ചിരിക്കാമെന്ന് സൂചിപ്പിച്ച് അവളെ അവൻ കുറ്റപ്പെടുത്തുന്നു. ഇത് ഗ്ലിൻഡയെ നിരാശപ്പെടുത്തുന്നു. നെസ്സറോസിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ത്രോപ്പിന്റെ വാക്കുകൾ ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞ് ഡൽസിബെയർ എൽഫാബയെ ആശ്വസിപ്പിക്കുന്നു. എങ്കിലും എൽഫാബ് വിഷണ്ണയായി കാണപ്പെടുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് തിരിച്ചുവരുമ്പോൾ മന്ത്രവാദിനിയുടെ മരണവാർത്ത പരത്തിയ ശേഷം ഗലിൻഡ എമറാൾഡ് സിറ്റിയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. പുറപ്പെടുന്നതിനു മുമ്പ് ഒരു ഗ്രാമീണൻ അവളും മന്ത്രവാദിനിയും തമ്മിൽ സൗഹൃദമുണ്ടെന്ന കിംവദന്തി ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഗലിൻഡ പറയുന്നതനുസരിച്ച് ഷീസ് യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്താണ് അവരുടെ വഴികൾ ആദ്യമായി കൂട്ടിമുട്ടിയത്. തുടർന്ന് ഗലിൻഡ എൽഫാബയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് നാട്ടുകാരുമായി പങ്കുവയ്ക്കുന്നു. വർഷങ്ങൾക്കു മുൻപ് എൽഫാബ് ത്രോപ്പിനൊപ്പം ഷീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് നെസ്സറോസിനെ, ഒരു പുതിയ വിദ്യാർത്ഥിനിയെ, എത്തിക്കാൻ പോകുന്നു. എൽഫാബയെ കണ്ടപ്പോൾ പുതിയ വിദ്യാർത്ഥിനിയായ ഗലിൻഡ ഞെട്ടിയതുപോലെ തോന്നി. ഒരു നർമ്മത്തോടെ എൽഫാബ് തന്റെ രൂപത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ഗലിൻഡ അവൾ മാറിയതുപോലെ തോന്നുന്നു എന്ന് മറുപടി നൽകുന്നു. എൽഫാബ് താൻ പച്ച നിറത്തിലാണ് ജനിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഗാലിൻഡ അവളുടെ അവസ്ഥയോട് സഹതാപം പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. കൂടാതെ അവൾ മന്ത്രവാദത്തിൽ പഠനം കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. എൽഫാബയ്ക്ക് എപ്പോഴെങ്കിലും രൂപാന്തരണം ആഗ്രഹമുണ്ടെങ്കിൽ അവളുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഗലിൻഡയുടെ ദയെക്കുറിച്ച് ഷെൻഷനും ഫാനിയും അഭിമാനിക്കുമ്പോൾ എൽഫാബ് അതിനെ ഒരു അപമാനമായി കാണുന്നു. ഗലിൻഡ തന്റെ കഴിവുകൾക്കപ്പുറമുള്ള ഒരു കാര്യത്തിൽ ഒരു അപരിചിതനെ സഹായിക്കാൻ സ്വയം പോട്ടുവരുന്നത് അവൾക്ക് വിചിത്രമായി തോന്നുന്നു. ഗലിൻഡ പ്രതികരിക്കുന്നതിനു മുൻപ് ത്രോപ്പ് നെസ്സറോസിനെ വീൽചെയറിൽ കൊണ്ടുവന്ന് എൽഫാബ് അനാവശ്യമായ ശ്രദ്ധ ആകർഷിക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് തന്റെ മരിച്ച ഭാര്യയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വെള്ളി നിറത്തിലുള്ള ഷൂസുകൾ അദ്ദേഹം നെസ്സറോസിന് സമ്മാനിക്കുന്നു. സമ്മാനം അവളുടെ സ്യൂട്ട് കേസിനുള്ളിൽ വെക്കാൻ പോകുന്നതിനു മുമ്പ് ഷിസിൽ തന്റെ സഹോദരിക്ക് വരാനിരിക്കുന്ന സാഹസിക യാത്രയെക്കുറിച്ച് എൽഫാബ് തന്റെ ആത്മാർത്ഥമായ ആവേശം പ്രകടിപ്പിക്കുന്നു. നെസ്സറോസ് അവളെ മിസ് ചെയ്യുമെന്ന് പറയുന്നു. എന്നാൽ എൽഫാബ് അവളുടെ സന്തോഷത്തിൽ മുഴുകി അവളെ ഓർക്കാൻ പോലും ഇടയില്ലെന്ന് മറുപടി നൽകുന്നു. അധികം താമസിയാതെ തന്നെ പുതിയ വിദ്യാർത്ഥികളോട് സ്കൂൾ വളപ്പിലേക്ക് പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. നെസ്സറോസ് ഒറ്റയ്ക്ക് പ്രവേശിക്കുന്നത് കണ്ട ത്രോപ്പ് എൽഫാബയോട് അവളുടെ സുരക്ഷിതമായ വരവ് ഉറപ്പാക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം അവളുടെ സുഖം പരമപ്രധാനമാണ്. തുടർന്ന് ഷീസ് പ്രസിഡന്റ് ചരിത്ര വിഭാഗം മേധാവി ഡോ ഡില്ലാമോണ്ടിനെയും മന്ത്രവാദ പഠന വിഭാഗം ഡീൻ മാഡം മൊറിബിളിനെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നത് കാണാൻ അവൾ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നു. എൽഫാബയുടെ സ്വതന്ത്ര സ്വഭാവം കാരണം നെസ്സറോസ് അവളെ വെറുക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ത്രോപ്പ് അനുസരണ ആവശ്യപ്പെടുന്നു.
വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന പ്രോത്സാഹജനകമായ പ്രസംഗം അവൾ അവസാനിപ്പിച്ച ശേഷം ഹോസ്റ്റൽ മുറികളും റൂം അലോട്ട്മെന്റുകളും കണ്ടെത്താൻ ഹെഡ്മിസ്ട്രസ് കോഡിലിനെ അവൾ ചുമതലപ്പെടുത്തുന്നു. എല്ലാവരും പ്രൊഫസർമാരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മാഡം മോറിബിളിന്റെ വരവ് കൂടുതൽ ഭയം ഉളവാക്കുന്നതായി തോന്നുന്നു. മാഡം മോറിബിൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തുപോകുമ്പോൾ ഗലിൻഡ മിസ് കോഡിലിന്റെ അതേ രീതിയിൽ അവരെ സമീപിക്കുന്നു. തുടർന്ന് മാഡം മൊറിബിളിന്റെ മന്ത്രവാദ സെമിനാറിൽ ചേരാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നിരുന്നാലും അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ പുതിയ വിദ്യാർത്ഥികളെ സെമസ്റ്ററിന്റെ മധ്യത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന് പ്രൊഫസർ സൂചിപ്പിക്കുന്നു. അതിനിടെ കോഡിൽ മിസ് നെസ്സറോസിനെ കാണുകയും അവൾ ഗവർണറുടെ മകളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഗലിൻഡ തന്റെ ഭാഗം പറയാൻ ശ്രമിക്കുന്നു, പക്ഷേ മാഡം മോറിബിൾ അവളെ അവഗണിച്ചു പോകുന്നു. നെസ്സറോസിന്റെ സ്കൂളിലെ സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ച് അവൾ വിവരിക്കുമ്പോൾ എൽഫാബയുടെ പെട്ടെന്നുള്ള വരവ് മിസ് കോഡിലിനെ ഞെട്ടിക്കുന്നു. നെസ്സറോസ് എൽഫബയുടെ തുടർച്ചയായ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്നു. അവരുടെ സഹോദരിയുടെ ശരിയായ സ്ഥാപനം ഉറപ്പാക്കാൻ പിതാവ് നിർദ്ദേശിച്ചുവെന്ന് എൽഫബ് മറുപടി നൽകുന്നു. മിസ് കോഡിൽ സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും നെസ്സറോസ് ഒരു സഹായവും നിരസിച്ചു. അവളുടെ യാചനകളെ അവഗണിച്ച് മിസ് കോഡിൽ നെസ്സറോസിനെ ദൂരേക്ക് കൊണ്ടുപോകുന്നു. ഇത് എൽഫബയുടെ കോപം ആളിക്കത്തിക്കുന്നു. അവൾ തന്റെ മാന്ത്രിക ശക്തി അഴിച്ചുവിട്ട് ടെലിഗൈനറ്റിക് ശക്തി ഉപയോഗിച്ച് വസ്തുക്കളെറിഞ്ഞ് സഹോദരിയെ തിരിച്ചെത്തിക്കുന്നു. എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ നെസ്സറോസിന് ലജ്ജ തോന്നുകയും അവൾ വേഗം തന്നെ വീൽചെയറിൽ ദൂരേക്ക് നീങ്ങുകയും ചെയ്യുന്നു. എൽഫാബയുടെ സഹോദരിയുടെ ആദ്യ ദിവസം നശിപ്പിച്ചതിലുള്ള നിരാശ മാഡം മൊറിബിൾ തടസ്സപ്പെടുത്തുന്നു. അവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുന്നതിലെ ഒരു പാഠമായിരുന്നു അതെന്ന് അവർ വിശദീകരിക്കുന്നു. എൽഫാബയുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടതിനും അതിൽ ആഴത്തിൽ മതിപ്പു തോന്നിയതിനും ശേഷം അവളെ തന്റെ ഏക വിദ്യാർത്ഥിനിയായി സ്വീകരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. എൽഫാബയുടെ റൂംമേറ്റ് സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗലിൻഡെ മാഡം മൊറിബിളിനെ സമീപിക്കുമ്പോൾ ഗലിൻഡെ എൽഫാബയോടൊപ്പം റൂം പങ്കിടാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെന്ന് പ്രൊഫസർ തെറ്റിദ്ധരിക്കുന്നു. തുടർന്ന് മോശം സ്വഭാവമുള്ള മൊറിബിൾ എൽഫാബയോട് ഗലിൻഡിയുമായി ഒരു മുറി പങ്കിടാൻ നിർദ്ദേശിക്കുന്നു. ഇത് അവരെ അത്ഭുതപ്പെടുത്തുന്നു. എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് അവൾ എൽഫാബയോട് കൂടെ വരാൻ ആംഗ്യം കാണിച്ച് യാത്രയാകുന്നു. എൽഫാബയെ തന്റെ ഏക വിദ്യാർത്ഥിനിയായി മഡാം മൊറിബിൾ ആഗ്രഹിക്കുന്നത് കേട്ടപ്പോൾ ഗലിൻഡയ്ക്ക് അസൂയ തോന്നി. മാഡം മൊറിബിൾ തന്റെ തുടർച്ചയായുള്ള താമസത്തിന് സമ്മതം നേരുന്നതിനായി ത്രോപ്പുമായി വിഷയം ചർച്ച ചെയ്യും. എൽഫാബ് തന്റെ പിതാവിന്റെ മൂലം അവിടെ തുടരുന്നതിൽ ഉറപ്പില്ലെന്നും അതേസമയം തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് പറളുവകാരനോട് നന്ദി പറയുന്നു. എൽഫാബയുടെ മാന്ത്രിക കഴിവുകളെക്കുറിച്ചും അവയുടെ ഉദ്ഭവത്തെക്കുറിച്ചും അവൾ അന്വേഷിക്കുന്നു. തനിക്കത് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് അതൊരു കഴിവായി കണക്കാക്കാമോ എന്ന് ഉറപ്പില്ലെന്ന് എൽഫാബ് പറയുന്നു. മാഡം മൊറിബിൾ പറയുന്നത് മതിയായ മാന്ത്രിക നിയന്ത്രണമുണ്ടെങ്കിൽ എൽഫാബയ്ക്ക് വിസാർഡിനെ കാണാനും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് വിസിയറാകാനും കഴിയുമെന്നാണ്. എൽഫാബയുടെ കഴിവുള്ള ഒരാളെയാണ് താൻ വർഷങ്ങളായി തിരയുന്നതെന്നും അത് മന്ത്രവാദിയെ അറിയിക്കാമെന്നും അവൾ ആവേശത്തോടെ പ്രഖ്യാപിക്കുന്നു. അവസാനം എൽഫാബ് തന്റെ മുറിയിൽ തിരിച്ചെത്തുമ്പോൾ ഗലിൻഡ മുറിയുടെ ഏതാണ്ട് മുഴുവൻ സ്ഥലവും കൈവശപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നു. എൽഫാബ് അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്നു. അതേസമയം ഗലിൻഡ ഒരു സ്വകാര്യ സ്യൂട്ട് അസൈൻമെന്റ് പ്രതീക്ഷിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. അവസാനമായി അവൾ എൽഫാബയെ അവളുടെ എളിയ ഇടത്തേക്ക് നയിക്കുകയും തന്റെ റൂംമേറ്റ് തന്നെക്കുറിച്ച് മാഡം മൊറിബിളിനോട് നല്ലത് പറയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഗലിൻഡ മാഡം മൊറിബിളിനെതിരായ എൽഫബയുടെ ആരോപണത്തെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അവൾ എൽഫാബയുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നു. എന്നിരുന്നാലും മൗനം പാലിക്കുന്നു. എൽഫാബയുടെ തുടർച്ചയായ ശല്യം കാരണം അവൾ ഒടുവിൽ പൊട്ടിത്തെറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് അലറി വിളിക്കുന്നു. ജനൽ തകർന്ന് ചിതറിത്തെറിച്ചു. ഗലിൻഡ അത്ഭുതസ്തബ്ധയായിപ്പോയി. എന്നിരുന്നാലും ഈ രണ്ട് പെൺകുട്ടികളും പരസ്പരം യോജിക്കാത്തവരാണെന്നും വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നും തോന്നുന്നു. അടുത്ത ദിവസം പെൺകുട്ടികൾ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഡില്ലാമോണ്ടിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. ക്ലാസ്സിലുടനീളം ഡില്ലാമോണ്ട് ഗലിൻഡയെ ഗ്ലിൻഡ എന്ന് ആവർത്തിച്ചു വിളിക്കുന്നു. ഇത് അവളെ വളരെയധികം അലോസരപ്പെടുത്തുന്നു. എൽഫാബ് ഡില്ലമണ്ടിന്റെ സഹായത്തിനെത്തുന്നു. അവൾ ചൂണ്ടിക്കാണിക്കുന്നത് അവൻ അവളുടെ പേര് ഉച്ചരിക്കാൻ വിഷമിക്കുന്നുണ്ടെങ്കിലും അവൻ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നാണ്. തുടർന്ന് സ്കൂളിലെ ഏക മൃഗ അധ്യാപകൻ എന്ന നിലയിലുള്ള തന്റെ സവിശേഷമായ സ്ഥാനം അദ്ദേഹം ചർച്ച ചെയ്യുന്നു. ഇത് മൃഗങ്ങളോടുള്ള വ്യാപകമായ വെറുപ്പിന്റെ ഫലമാണ്. അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുന്നത് മൃഗങ്ങളും മനുഷ്യരും ഒരുകാലത്ത് സമാധാനപരമായി സഹവസിച്ചിരുന്നുവെന്നും പിന്നീട് രാജ്യത്തെ ബാധിച്ച കടുത്ത വരൾച്ചയ്ക്ക് മൃഗങ്ങളെ അന്യായമായി കുറ്റപ്പെടുത്തിയെന്നും ആണ്. പാഠത്തിന്റെ മധ്യത്തിൽ അവൻ ബ്ലാക്ക് ബോർഡ് മറിച്ചിട്ടപ്പോൾ മൃഗങ്ങളെ അവഹേളിക്കുന്ന ഒരു അരോചകമായ സന്ദേശം കണ്ടെത്തി. ഇതിൽ ദിലാമണ്ടിന് ദേഷ്യവും നിരാശയും തോന്നുന്നു. ഇതിന്റെ രചയിതാവിനെ അറിയണമെന്നാവശ്യപ്പെടുമ്പോൾ വിദ്യാർത്ഥികളാരും പ്രതികരിക്കുന്നില്ല. അവരോട് പോകാൻ പറഞ്ഞ ശേഷം അയാൾ തന്റെ മേശപ്പുറത്തിരുന്ന സാധനങ്ങൾ വെപ്രാളത്തോടെ തട്ടിത്തെറിപ്പിച്ചു. മറ്റു വിദ്യാർത്ഥികൾ പോകുമ്പോൾ എൽഫാബ് ദില്ലമൊണ്ടിനെ സാധനങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്നു. അത് ചെയ്യേണ്ടതില്ലെന്ന് അവൻ അവളോട് പറഞ്ഞു. പക്ഷേ അവൾ നിർബന്ധം തുടർന്നു. പിന്നീട് മാഡം മൊറിബിളിന്റെ ക്ലാസ് മുറിയിൽ ഒരു നാണയം ഉയർത്താൻ കഴിയാത്തതിൽ എൽഫാബയ്ക്ക് കടുത്ത നിരാശ തോന്നുന്നു. മാഡം മൊറിബിൾ അവളുടെ കഴിവുകൾ നേരുന്നതിന് ക്ഷമ ആവശ്യമാണെന്ന് ഉറപ്പ് നൽകുന്നു. അതിനുശേഷം ദില്ലാമോണ്ടിന്റെ ക്ലാസ്സിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അവൾ ചോദിക്കുന്നു. അതിന് എൽഫാബ് അത്തരം ഒരു പ്രവൃത്തി വെറുപ്പുളവാക്കുന്നതായിരുന്നു എന്ന് മറുപടി നൽകുന്നു. അവളുടെ വർദ്ധിച്ചുവരുന്ന ദേഷ്യം അവളുടെ കഴിവുകളെ ഉണർത്തുന്നു. ഇത് മാഡം മൊറിബിളിനെ ആകർഷിക്കുകയും നിയന്ത്രണം മെച്ചപ്പെടുത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മതിയായ പുരോഗതിയുണ്ടെങ്കിൽ എൽഫബയെ നേരിട്ട് മന്ത്രവാദിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ എൽഫാബ് ദില്ലാമോണ്ട് സ്കൂളിൽ നിന്ന് പോകുന്നത് ശ്രദ്ധിക്കുകയും രഹസ്യമായി പിന്തുടരുകയും ചെയ്തു. വീട്ടിലെത്തിയ ശേഷം ദില്ലാമോണ്ട് തന്റെ സഹജീവികളുടെ അടുത്തകാലത്തെ തിരോധാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പെട്ടെന്ന് എൽഫാബ് ശബ്ദമുണ്ടാക്കുകയും ഒരു നുഴഞ്ഞുകയറ്റക്കാരന്റെ സാന്നിധ്യം മൃഗങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു.
കൂടാതെ മനുഷ്യർ മൃഗങ്ങളെ നിശബ്ദരാക്കുന്ന ആശങ്കാജനകമായ പ്രവണതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അവരിൽ ചിലർക്ക് ഇതിനോടകം തന്നെ ശബ്ദമുണ്ടാക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാവരും പോയ ശേഷം ദില്ലാമന്ദ് എൽഫാബയെ ശ്രദ്ധിക്കുകയും അവളെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ അവരുടെ സംഭാഷണം കേട്ടെന്നും അത് സംഭവിക്കാനുള്ള സാധ്യതയെ ചോദ്യം ചെയ്യുന്നു എന്നും വെളിപ്പെടുത്തുന്നു. ഇത് ഇതിനകം സംഭവിക്കുന്നുണ്ടെന്ന് ദില്ലാമന്ദ് വാദിക്കുന്നു. ഇത് എൽഫാബയ്ക്ക് ദുഃഖമുണ്ടാക്കുന്നു. തുടർന്ന് അവൾ മന്ത്രവാദിയെ അറിയിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ദില്ലാമോണ്ട് തന്റെ മുൻ കണ്ടെത്തലുകൾ ആരെയും അറിയിക്കുന്നതിനെതിരെ അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എൽഫാബ് തന്റെ വീട് വിട്ടു പോകുമ്പോൾ അവൾ വനത്തിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഫിയറോ രാജകുമാരനെ കണ്ടുമുട്ടുന്നു. അവളുടെ ചർമ്മത്തിന്റെ നിറം കണ്ട് അത്ഭുതപ്പെട്ട് അവൾ പോകുന്നത് നോക്കി നിൽക്കുന്നു. തുടർന്ന് അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ സമാനമാണെന്ന് ശ്രദ്ധിച്ച് അവൾക്ക് ഒരു ലിഫ്റ്റ് വാഗ്ദാനം ചെയ്യുന്നു. എങ്കിലും എൽഫാബ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം വ്യക്തമായി നിരസിക്കുകയും പകരം സ്കൂളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഫിറോ ഒരു പുതിയ ട്രാൻസ്ഫർ വിദ്യാർത്ഥിയായി തങ്ങളോടൊപ്പം ചേരുമെന്ന വാർത്ത രാവിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. അവളെ കണ്ടതും അവൻ മതിമറന്നുപോയതുപോലെ തോന്നി. അവൾ അവനെ കാമ്പസ് ചുറ്റിക്കാണിക്കാൻ സ്വയം മുന്നോട്ട് വന്നു. ലൈബ്രറിക്കുള്ളിൽ ഫിയറോ എൽഫാബയെ കാണുകയും കൈവീശുകയും ചെയ്യുന്നു. പക്ഷേ അവൾ അവനെ ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിനോദങ്ങളെക്കുറിച്ച് ഫിയറോ അന്വേഷിക്കുന്നു. എന്നാൽ ഷിസിൽ അങ്ങനെയുള്ള വിനോദങ്ങളൊന്നും ലഭ്യമല്ലെന്ന് ഗലിൻഡ മറുപടി നൽകുന്നു. ഫിയറോ ഓസ്ടെക് ബാൾറൂം സന്ദർശിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ലെന്ന് ഗലിൻഡ അവനെ അറിയിക്കുന്നു. അവർ സംസാരിക്കുമ്പോൾ അടുത്തുള്ള ബോക്ക് എന്ന ആൺകുട്ടിക്ക് കാൽ തെറ്റുന്നു. ഫിയറോ അവനെ എഴുന്നേൽക്കാൻ സഹായിക്കുന്നു. അവരുടെ സംഭാഷണം കേട്ടതായി ബോക്ക് പിന്നീട് അവകാശപ്പെട്ടു. ഷിസ് വിദ്യാർത്ഥികൾ രാത്രിക്ക് ശേഷം പട്ടണത്തിൽ പോകുന്നതിനെ വിലക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. തുടർന്ന് പാർട്ടിയിൽ തന്നോടൊപ്പം നൃത്തം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ബോക്ക് ഗലിൻഡയെ അറിയിക്കുന്നു. ഫിറോ കാര്യമായ ശ്രദ്ധയൊന്നുമില്ലാത്ത മട്ടിൽ സ്കൂളിലെ പഠിപ്പിക്കലുകളെ തള്ളിക്കളയുകയും അന്ന് വൈകുന്നേരം ഓസ്ടെക് ബാൾറൂമിൽ നടക്കുന്ന ഒരു പാർട്ടിയിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ബോക്ക് ഗലിൻഡയോട് ഒടുങ്ങാത്ത പ്രണയം കൊണ്ടു നടക്കുന്നു. എന്നാൽ ഗലിൻഡയുടെ ഇഷ്ടം ഫിയറോയോടാണ്. മറ്റൊരാളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതിനു പകരം ഗലിൻഡ ബോപ്പിന്റെ ശ്രദ്ധ മാറ്റുകയും നെസ്സറോസിനെ നൃത്തത്തിന് ക്ഷണിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ അത് ചെയ്താൽ അവളവനെ അവളുടെ ഹീറോയായി കണക്കാക്കുമെന്ന് അവൾ പറഞ്ഞതു കേട്ടപ്പോൾ ബോക്ക് അവൾക്കുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ നിമിഷം ബോക്ക് നെസ്സറോസിനെ നൃത്തം ചെയ്യാൻ ക്ഷണിക്കാൻ അടുത്തു. അവൾക്ക് വളരെ സന്തോഷമായതായി തോന്നി. അധികം താമസിയാതെ നെസ്സറോസ് എൽഫബയെ കണ്ടുമുട്ടുകയും അന്ന് വൈകുന്നേരം നടക്കുന്ന നൃത്തത്തിൽ പങ്കെടുക്കാൻ താൻ പദ്ധതിയിടുകയാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഗലിൻഡയാണ് തനിക്ക് ഒരു ഡേറ്റ് തരപ്പെടുത്തിക്കൊടുത്തതെന്നും നെസ്സറോസിനെ ഡേറ്റിന് ക്ഷണിക്കാൻ പ്രേരിപ്പിച്ചത് ഗലിൻഡയാണെന്ന് ബോക്ക് വെളിപ്പെടുത്തിയെന്നും അവർ പറയുന്നു. അതിനിടെ ഷെൻഷനും ഫാനിയും ഗലിൻഡയെ പാർട്ടിക്ക് ഉചിതമായ വസ്ത്രം തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. ഫിയറോയെ അവൾ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുറിയിൽ കണ്ണോടിക്കുമ്പോൾ ഫാനെ ഒരു കൂർത്ത തൊപ്പി കാണുകയും അതിനെക്കുറിച്ച് ഗലിൻഡയോട് ചോദിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് അവളുടെ മുത്തശ്ശിയാണ് ഇത് ഉണ്ടാക്കിയതെങ്കിലും അവളത് ഇട്ടുകൊണ്ട് ചത്താലും കാണില്ല. അവൾ അത് സമ്മാനമായി നൽകുമായിരുന്നു എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അവളുടെ വെറുപ്പ് അത്രത്തോളം പോകുന്നില്ല. എൽഫാബ് മുറിയിൽ പ്രവേശിച്ചയുടൻ തന്നെ ഗലിൻഡയുടെ കൂട്ടുകാർ പുറത്തുപോവുകയായിരുന്നു. ഫാനിയും ഷെൻഷനും ഇത് എൽഫാബയ്ക്ക് നൽകണമെന്ന് ഉപദേശിക്കുന്നു. പക്ഷേ ഗലിൻഡ എതിർക്കുന്നു. നെസ്സറോസിൻ പാർട്ടിക്കായി ഒരു ഡേറ്റ് തരപ്പെടുത്താൻ സഹായിച്ചതിന് എൽഫാബ് ഗലിൻഡയോട് നന്ദി പറയുന്നു. ഗലിൻഡ അതിനെ അപ്രധാനമായി തള്ളിക്കളയുന്നു. തുടർന്ന് എൽഫബയെ പാർട്ടിക്ക് ക്ഷണിക്കുന്നു. എൽഫാബ് സ്തബ്ധയായി കാണപ്പെടുന്നു. എന്നിരുന്നാലും താൻ മാത്രം ക്ലാസ്സിൽ ഇല്ലാതിരിക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ഗലിൻഡ വാദിക്കുന്നു. പിന്നീട് അവൾ എൽഫാബയ്ക്ക് കൂർത്ത തൊപ്പി കൈമാറുന്നു. അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. കുറച്ചുകഴിഞ്ഞ് അവൾ മാഡം മൊറിബിളിനെ ഒരു സഹായം തേടി സന്ദർശിക്കുന്നു. അതിനുശേഷം തനിക്കെന്തോ കുമ്പസാരിക്കാനുണ്ടെന്ന് അയാൾ നെസ്സറോസിനെ അറിയിക്കുന്നു. അവൻ അവളുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നു. കൂടാതെ നെസ്സറോസ് അവരുടെ പരസ്പര യോഗ്യതയെക്കുറിച്ച് പാടുമ്പോൾ അതിയായ സന്തോഷവതിയായി കാണപ്പെടുന്നു. ഗലിൻഡ മറ്റൊരാളുമായി സന്തോഷത്തിലാണെന്ന് തോന്നുന്നതിനാൽ നെസ്സറോസിനോടുള്ള തന്റെ പ്രതികാരമില്ലാത്ത വികാരങ്ങളെക്കുറിച്ച് ബോക്ക് തുറന്നു പറയുന്നില്ല. അധികം താമസിയാതെ മാഡം മൊറിബിൾ ആഘോഷത്തിൽ ഗലിൻഡയ്ക്ക് പരിശീലന വടി സമ്മാനിക്കാൻ എത്തുന്നു. ഗലിൻഡ അമ്പരന്നു പോവുകയും തന്റെ കഴിവിലുള്ള വിശ്വാസത്തിനും വിദ്യാർത്ഥിനിയായി സ്വീകരിച്ചതിനും മഡാം മൊറിബിളിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഗാലിൻഡയിൽ വിശ്വാസമില്ലെന്ന് മൊറിബിൾ സമ്മതിക്കുന്നു. എൽഫാബയാണ് തന്റെ റൂംമേറ്റിനെ വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും അവർ വെളിപ്പെടുത്തുന്നു. ഗലിൻഡ തന്നോട് കടപ്പെട്ടിരിക്കുന്നത് എൽഫാബയോടാണെന്നും അവൾ ഇപ്പോൾ മാത്രമാണ് പാർട്ടിക്ക് എത്തിയതെന്നും അവൾ കൂടുതൽ വിശദീകരിക്കുന്നു. ആ നിമിഷം എൽഫാബ് കൂർത്ത തൊപ്പിയുമായി അകത്തേക്ക് പ്രവേശിച്ചു. എല്ലാവരുടെയും ആകാംക്ഷ നിറഞ്ഞ നോട്ടങ്ങൾ അവളിലേക്ക് നീണ്ടു. വിദ്യാർത്ഥികൾ അവളുടെ വിചിത്രമായ നൃത്തത്തെ പരിഹസിക്കുമ്പോൾ ഗലിൻഡ അവളുടെ ദുഃഖം കണ്ട് അവളോടൊപ്പം ചേരുന്നു. വീട്ടിലെത്തിയ ശേഷം അവർ പാർട്ടിയിൽ എത്രത്തോളം രസകരമായിരുന്നു എന്ന് വിവരിച്ചു. ആദ്യം എൽഫാബ് നിശബ്ദയായിരിക്കുന്നു. എന്നാൽ പിന്നീട് അവൾ അവളുടെ അച്ഛന്റെ ഇഷ്ടക്കേട് വെളിപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് അങ്ങനെ തോന്നാൻ മതിയായ കാരണമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു. ഇരുവരും ഇപ്പോൾ പരസ്പരം സൗഹൃദത്തിലാണെന്ന് തോന്നുന്നതിനാൽ ഗലിൻഡ രഹസ്യങ്ങൾ പങ്കിടുന്ന ഒരു ഉടമ്പടി നിർദ്ദേശിക്കുന്നു. ഗലിൻഡ അവളുടെ അർത്ഥത്തെക്കുറിച്ച് ചോദിക്കുന്നു. തുടർന്ന് എൽഫാബ് വെളിപ്പെടുത്തുന്നത് പച്ച നിറമുള്ള ചർമ്മത്തോടെ താൻ ജനിച്ച ശേഷം നെസ്സറോസിന്റെ ഗർഭധാരണ സമയത്ത് സമാനമായ ഒന്ന് സംഭവിക്കാതിരിക്കാൻ ത്രോപ്പ് ശ്രമിച്ചു എന്നാണ്. ഈ വെളിപ്പെടുത്തലിൽ ഗലിൻഡ ദുഃഖിതയായി കാണപ്പെടുന്നു. എൽഫാബയുടെ പ്രവൃത്തിയേക്കാൾ മിൽക്ക് ഫ്ലവറിന്റെ പ്രവർത്തനങ്ങളാണ് കുറ്റകരമെന്ന് അവൾ വാദിക്കുന്നു. ഗർഭിണിയായ ഭാര്യയെ ത്രോപ്പ് മിൽക്ക് ഫ്ലവർ കഴിക്കാൻ നിർബന്ധിച്ചു. ഇത് അകാല പ്രസവത്തിന് കാരണമായി. ഇത് ആത്യന്തികമായി അവളുടെ മരണത്തിനും നെസ്സറോസിന്റെ വൈകല്യത്തിനും ഇടയാക്കി. പിറ്റേന്ന് രാവിലെ ഡില്ലാമോണ്ടിന്റെ ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികൾ ഓരോരുത്തരായി എത്തുമ്പോൾ എൽഫാബ് അവൻ കുറച്ച് പോപ്പി പൂക്കൾ നൽകി. എന്നാൽ അവൻ അവളെ അവഗണിച്ചു പോയി ഇരിക്കാൻ പറഞ്ഞു.
വിദ്യാർത്ഥികൾ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന ശേഷം മൃഗങ്ങളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയതിനാൽ താൻ ഷിസിൽ നിന്ന് പോകുകയാണെന്ന് ഡില്ലാമോണ്ട് പ്രഖ്യാപിക്കുന്നു. ബലമായി പിന്തിരിപ്പിക്കുമ്പോൾ ഡില്ലാമോണ്ട് വിദ്യാർത്ഥികളോട് അവർക്ക് പൂർണ്ണമായ സത്യം ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു. അവൻ പോയിക്കഴിഞ്ഞാൽ എൽഫാബ് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നു. അവർ നിഷ്ക്രിയരായി തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ കോഡിൽ അവളെ സീറ്റിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് അവരുടെ പുതിയ പ്രൊഫസർ നികിതിക്ക് അവർക്കായി ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. നികിതിക്ക് വേഗത്തിൽ ക്ലാസ് മുറിയിലേക്ക് നടന്നു ചെന്ന് ഒരു കൂട്ടിലടച്ച സിംഹക്കുട്ടിയെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. കൂട്ടിൽ അടച്ചിട്ടുള്ളത് മൃഗങ്ങളെ സംസാരിക്കുന്നതിൽ നിന്ന് തടയാൻ രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ കണ്ടുപിടുത്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കൂട്ടിലിട്ടുള്ള കുട്ടിയുടെ ഭയന്ന മുഖം എൽഫബയെ അസ്വസ്ഥയാക്കുന്നു. എന്നാൽ നികിതിക്ക് അത് കാര്യമാക്കേണ്ടതില്ലെന്ന് പറയുന്നു. എൽഫാബ് തന്റെ നിരാശ പ്രകടിപ്പിക്കുകയും ഗലിൻഡയോടും ഫിയറോയോടും നടപടിയെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എൽഫിബ എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് ഫിയറോ ഉറക്കെ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ ദേഷ്യം വന്ന എൽഫിബ മേശപ്പുറത്തിരുന്ന പോപ്പിപ്പൂക്കൾ അടിച്ചു തകർത്ത് അവർ പ്രവർത്തിക്കണമെന്ന് നിർബന്ധിക്കുന്നു. അപ്രതീക്ഷിതമായി പോപ്പിപ്പൂക്കൾ കറങ്ങാൻ തുടങ്ങി. പൊടിപടലം മുറിയെ മൂടിയപ്പോൾ എൽഫാബയും ഫിയറോയും ഒഴികെ എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. അവൻ കുട്ടിയെ തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. എൽഫാബ സംസാരിക്കുന്നതിനു മുൻപേ അവർ ഒരു സുരക്ഷിത താവളം കണ്ടെത്തണമെന്ന് അയാൾ പറയുന്നു. വിദ്യാർത്ഥികളെല്ലാം പോയ ശേഷം മഡാം മൊറിബിൾ ക്ലാസ് മുറിയിൽ വരുമ്പോൾ അവരെല്ലാവരും ഉറങ്ങുന്നതാണ് കാണുന്നത്. എൽഫാബയുടെ പങ്ക് മനസ്സിലാക്കിയ ശേഷം അവൾ ഓസ്ട്രേലിയയിലെ മാന്ത്രികൻ ഒരു കത്ത് എഴുതാനായി തന്റെ ഓഫീസിലേക്ക് പോകുന്നതിനു മുമ്പ് പുഞ്ചിരിക്കുന്നു. അവസാനം എന്തുകൊണ്ടാണ് താൻ മാത്രം അവളുടെ ശക്തികൾക്ക് വിധേയനല്ലാത്തതെന്ന് അവൻ ആരാഞ്ഞു. മറുപടി പറയുന്നതിനു പകരം എൽഫാബ് ഒരു പോറൽ ശ്രദ്ധിക്കുകയും രക്തം വൃത്തിയാക്കാൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവൾക്ക് അവനോട് പ്രണയമുണ്ടെന്നും ആ വികാരം അവൻ തിരിച്ചറിയുന്നുവെന്നും വെളിപ്പെടുന്നു. ഫിയറോ പെട്ടെന്ന് തന്നെ കുട്ടിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നു. എൽഫാബ് അതിനോട് യോജിക്കുന്നു. എൽഫാബ് അവൻ പോകുമ്പോൾ ഹൃദയം തകർന്നവളായി കാണപ്പെടുന്നു. അവളുടെ വികാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരുടെ ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാമെന്ന് അവൾ തിരിച്ചറിയുന്നു. അടുത്ത ദിവസം എൽഫാബയെ മരതക നഗരത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഓസ് മാന്ത്രികൻ വിളിപ്പിക്കുന്നു. എൽഫാബ് തയ്യാറെടുപ്പില്ലാത്തവളായി തോന്നുന്നു. എന്നിരുന്നാലും മാഡം മൊറിബിൾ അവളുടെ വിജയം ഉറപ്പോടെ പ്രവചിക്കുന്നു. അവസാനം എൽഫാബയെ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ എമറാൾഡ് സിറ്റി ട്രെയിൻ എത്തിച്ചേർന്നു. പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് ഗലിൻഡ എൽഫാബയ്ക്ക് യാത്രാമൊഴി നൽകാൻ സന്ദർശിക്കുന്നു. എൽഫാബ് ഫിയറോയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഡില്ലമോണ്ടിനെ പുറത്താക്കിയതു മുതൽ അവൻ വിചിത്രമായി പെരുമാറുകയാണെന്ന് ഗലിൻഡ മറുപടി നൽകുന്നു. ഫിയറോയ്ക്ക് ഡില്ലാമോണ്ടിനോടുള്ള വാത്സല്യത്തിന്റെ ആഴത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുമ്പോൾ അവൻ എൽഫാബയോട് വിട പറയുന്നതായി തോന്നി. അതിനുശേഷം കുഞ്ഞിനെ സഹായിച്ച ദിവസത്തെക്കുറിച്ച് താൻ വളരെയധികം ചിന്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർക്കുന്നു. എൽഫാബയും ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. ഇത് ഗലിൻഡയെ അവരിരുവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഓർക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിനുശേഷം ഡില്ലാമോണ്ടിനെക്കുറിച്ചുള്ള അവളുടെ ആഗ്രഹവും അവനുവേണ്ടി വാദിക്കാൻ തോന്നുന്ന താൽപര്യവും അവൾ പ്രകടിപ്പിക്കുന്നു. ആ നിമിഷം അവൾ എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചുകൂട്ടി ഡില്ലാമോണ്ടിനുള്ള ആദരസൂചകമായി ഗ്ലിൻഡ എന്ന പേര് സ്വീകരിക്കാൻ പോകുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ എൽഫാബ് എമറാൾഡ് സിറ്റിയിലേക്കുള്ള ട്രെയിനിൽ കയറുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് ഗലിൻഡയോട് തന്നോടൊപ്പം വരാൻ ക്ഷണിക്കുന്നു. ഗലിൻഡയെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് അവൾക്ക് സംശയമുണ്ട്. കാരണം എൽഫബയ്ക്ക് ഒരൊറ്റ ക്ഷണമാണ് ലഭിച്ചത്. എന്നിരുന്നാലും വിഷമിക്കേണ്ടെന്ന് അവളുടെ കൂട്ടുകാരി അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിനുശേഷം അവരെല്ലാവരും ഒരു കൂട്ടമായി മരതക നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ എത്തിയപ്പോൾ നഗരത്തിന്റെ അതിമനോഹരമായ കാഴ്ച അവരെ വിസ്മയിപ്പിച്ചു. കൂടാതെ അവർ ഓസ് എന്ന മാന്ത്രികനെ കേന്ദ്രീകരിച്ച് ഒരു നാടകം കാണുന്നു. അതിൽ മന്ത്രഗ്രന്ഥമായ ഗ്രിമ്മറിയെ വായിക്കാൻ കഴിവുള്ള ഒരേയൊരു വ്യക്തി അദ്ദേഹമാണെന്ന് പ്രവചനം നടത്തിയതിനെ തുടർന്ന് അത് നിറവേറ്റാനുള്ള അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ചും പറയുന്നു. അവസാനം മന്ത്രവാദിയുടെ ഒരു കുരങ്ങൻ കാവൽക്കാരൻ അവരെ അവന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് നയിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കൂറ്റൻ റോബോട്ട് അവരുടെ ഐഡന്റിറ്റികൾ ആവശ്യപ്പെടുന്നു. എൽഫാബ് വ്യക്തമായി ഭയന്ന് ഏതാണ്ട് ഓടിപ്പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഗലിൻഡ അവളെ തടയുന്നു. അവൾ അവളുടെ പേര് പറഞ്ഞാലുടൻ മന്ത്രവാദി സ്വയം പരിചയപ്പെടുത്താനായി പ്രത്യക്ഷപ്പെടുന്നു. എൽഫാബയെ കണ്ടതിൽ അവൾക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഗലിൻഡയെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം അവൾ എൽഫാബയുടെ കൂട്ടുകാരിയാണെന്നും അവരിരുവരും അദ്ദേഹത്തെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു. അധികം താമസിയാതെ മാന്ത്രികൻ നാളത്തെ ഓസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഭാവി മെത്രോപോളിസിനായുള്ള തന്റെ പദ്ധതികൾ അനാവരണം ചെയ്യുന്നു. തുടർന്ന് അവൻ എൽഫാബയ്ക്ക് അവളെപ്പോലെയുള്ള ഒരു രൂപം സമ്മാനിക്കുന്നു. അവൾ അത് നന്ദിയോടെ സ്വീകരിക്കുന്നു. പച്ച നിറത്തിലുള്ള വസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അതിന്റെ നിറം ഉറപ്പുവരുത്തുന്നു. ഇതാണോ അവൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്ന് മന്ത്രവാദി ചോദിക്കുന്നു. കുറച്ച് ആലോചനകൾക്ക് ശേഷം വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ സഹായിക്കാൻ അവൻ ഉണ്ടായിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് എൽഫാബ് പ്രകടിപ്പിച്ചു. മാന്ത്രികൻ അവളുടെ അപേക്ഷ അംഗീകരിക്കുന്നു. എല്ലാവർക്കും രണ്ടാമതൊരവസരം നൽകുന്നതിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അതിനാൽ അവൾ മൃഗങ്ങൾക്കുവേണ്ടി വാദിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നെന്നും കൂട്ടിച്ചേർക്കുന്നു. ആ നിമിഷം മന്ത്രവാദിയുടെ കുരങ്ങൻ കാവൽക്കാരുടെ തലവനായ ചിസ്ത്രി ഗ്രീമെരിയെ മൂടിയിരുന്ന തുണി നീക്കി. അധികം താമസിയാതെ മാഡം മോറിബിൾ കോട്ടയിൽ പ്രത്യക്ഷപ്പെടുന്നു. എൽഫാബയുടെ പ്രത്യേക അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവർ വിശദീകരിക്കുന്നു. എൽഫാബയും ഗലിൻഡയും ആ കാഴ്ചയിൽ സ്തബ്ധരായി അതിനടുത്തേക്ക് നീങ്ങുന്നു. മാഡം മോറിബിൾ എൽഫാബയോട് അത് വായിക്കാൻ തിടുക്കം കൂട്ടേണ്ടതില്ലെന്ന് പറയുന്നു. പക്ഷേ എൽഫാബ് നിർബന്ധം പിടിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൽഫാബ് എത്തിയതും ഗ്രിമ്മറി തുറന്നു. ഇത് മാഡം മൊറിബിളിനെയും വിസാർഡിനെയും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി. വിസാർഡ് തുടർന്ന് എൽഫാബയെക്കൊണ്ട് ആദ്യം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന മന്ത്രത്തെക്കുറിച്ച് മാഡം മോറിബിളോട് ചോദിക്കുന്നു.
പെട്ടെന്ന് ഗ്രിമ്മറിയുടെ ലിഖിതത്തിൽ പ്രകാശം നിറഞ്ഞു. അത് വായിക്കാൻ കഴിയാത്തതിൽ എൽഫാബ് വിഷമിക്കേണ്ടതില്ലെന്നും, കാരണം പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് പുരാതനവും വിസ്മരിക്കപ്പെട്ടതുമായ മന്ത്രങ്ങളുടെ ഭാഷയിലാണെന്നും മോഡം മൊറിബിൾ എൽഫാബയോട് പറഞ്ഞു. ക്ലാസ്സിൽ മാഡം മൊറിബിൾ ലെവിറ്റേഷൻ പഠിപ്പിക്കുകയായിരുന്നു. കൂടാതെ ചിസ്തറിയുടെ പക്ഷി നിരീക്ഷണത്തിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് വിസാർഡ് എൽഫബയുടെ ശ്രദ്ധ തിരിക്കുന്നു. എൽഫാബ് സംസാരിക്കുന്നതിനു മുമ്പ് അവൾ അനായാസം വാക്കുകൾ വായിക്കാൻ തുടങ്ങി. ഇത് മാഡം മൊറിബിളിനെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ചിസ്തറി വേദന കൊണ്ട് പുളയും. എൽഫബയ്ക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട്, പക്ഷേ ഇത് ഒരു മാറ്റത്തിന്റെ ഭാഗം മാത്രമാണെന്ന് മാഡം മൊറിബിൾ അവൾക്ക് ഉറപ്പ് നൽകുന്നു. പെട്ടെന്ന് ചിസ്തരി വേദനയോടെ ചിറകുകൾ വിരിച്ച് സീലിംഗിലേക്ക് ഉയർന്നു പറക്കുന്നു. ഗ്രിമ്മറിയിലെ മന്ത്രങ്ങൾ മാറ്റാനാവാത്തതാണെന്ന് മദാം മൊറിബിൾ ഉറപ്പിച്ചു പറയുന്നു. ചിസ്തരി തളർന്നു വീഴുന്നത് കണ്ട എൽഫാബ് പരിഭ്രാന്തിയോടെ മാഡം മൊറിബിളിനോട് അവളുടെ മന്ത്രവാദം പിൻവലിക്കാൻ അപേക്ഷിക്കുന്നു. എൽഫാബ് വാർത്ത കേട്ട് ഞെട്ടിപ്പോകുന്നു. എന്നാൽ ഇടനാഴിയിലേക്ക് കടക്കുമ്പോൾ ചിറകുകളുള്ള കുരങ്ങൻ കാവൽക്കാർ പറക്കാൻ വിഷമിക്കുന്നത് അവൾ കാണുന്നു. എൽഫാബ് അവളുടെ പ്രവൃത്തികളിൽ ഭേചകിതയാണെങ്കിലും പറക്കുന്ന കുരങ്ങന്മാർ ഫലപ്രദമായ ചാരന്മാരായിരിക്കുമെന്ന് മാഡം മൊറിബിൾ പറയുന്നതിൽ സന്തോഷിക്കുന്നതായി തോന്നുന്നു. ഞെട്ടിത്തിരിച്ച എൽഫാബ് തിരിഞ്ഞുപോകാൻ തുടങ്ങുമ്പോൾ മഡാം മൊറിബിളിന്റെ ഉദ്ദേശം കുരങ്ങന്മാർ രാജ്യമെമ്പാടുമുള്ള അസാധാരണമായ മൃഗങ്ങളുടെ സ്വഭാവം കണ്ടെത്താൻ സഹായിക്കുന്ന ചാരന്മാരായി വർത്തിക്കുമെന്നാണെന്ന് മന്ത്രവാദി പെട്ടെന്ന് വിശദീകരിക്കുന്നു. തുടക്കത്തിൽ എൽഫബ് അവരുടെ ഉദ്ദേശ്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു. എന്നാൽ മൃഗങ്ങളോടുള്ള വർദ്ധിച്ചുവരുന്ന ശത്രുത ആസൂത്രണം ചെയ്തത് മന്ത്രവാദി ആണെന്ന് അവൾ പിന്നീട് കണ്ടെത്തുന്നു. ഒരു മാന്ത്രികന്റെ അഭിപ്രായത്തിൽ ഒരു പൊതു ശത്രുവിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നത് സമാധാനം നിലനിർത്താനുള്ള തെളിയിക്കപ്പെട്ട മാർഗമാണ്. അതേസമയം മാഡം മൊറിബിൾ കൂട്ടിച്ചേർക്കുന്നത് അവരുടെ ഈ പദ്ധതി ആത്യന്തികമായി എൽഫാബയ്ക്ക് ഗുണകരമാകും എന്നാണ്. മറ്റുള്ളവരെല്ലാം ചാരന്മാരാകാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ച് അവൾ ആ ഗ്രിമ്മോയർ മന്ത്രവാദിയെ ഏൽപ്പിച്ചു. അത് വായിക്കാൻ ആവശ്യപ്പെട്ടു. എങ്കിലും അതിനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. ഇത് എൽഫാബയോട് ഓസിലെ പൗരന്മാരോട് അദ്ദേഹം ചെയ്ത വഞ്ചനയും തന്റെ കഴിവില്ലായ്മയും വെളിപ്പെടുത്തുന്നു. മുറിവേറ്റെങ്കിലും മാഡം മൊറിബിൾ അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു. ഗലിൻഡ എൽഫബയോട് അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. കൂടാതെ അവർക്കെല്ലാവർക്കും ഐക്യത്തോടെ എമറാൾഡ് സിറ്റിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു ഭാവി വിസാർഡ് വിഭാവനം ചെയ്യുന്നു. ഗാലിൻഡ സന്തുഷ്ടയാണെന്ന് തോന്നുമെങ്കിലും എൽഫാബ് പൊതുജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിനും സഹകരിക്കാൻ വിസമ്മതിക്കുന്നു. ഗലിൻഡ അവളുടെ ഭാവി രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാഡം മൊറിബിൾ കോട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്നു അവൾ എൽഫബയെ തിരികെ കൊണ്ടുവരണം. എൽഫാബയെ കണ്ടെത്താൻ ഗലിൻഡ ധൃതിയിൽ പോകുന്നു. അതേസമയം വിൻഡ് മങ്കീസ് അവരുടെ കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളെ നഗരം വിട്ടു പോകാതിരിക്കാൻ തടയണമെന്ന് മഡാം മൊറിബിൾ നിർദ്ദേശിക്കുന്നു. മന്ത്രി തന്റെ കാവൽക്കാരെ നഗരത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഒളിച്ചോട്ടക്കാരനെ കണ്ടെത്താൻ കൽപ്പിക്കുന്നു. അവസാനമായി കുരങ്ങന്മാർ എൽഫാബയെ കണ്ടെത്തുന്നു. എന്നിരുന്നാലും അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഗലിൻഡ പ്രത്യക്ഷപ്പെടുകയും വിസാർഡിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി അവൾ തിരിച്ചെത്തണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. എൽഫാബ് അവളുടെ ഉപദേശം അവഗണിക്കുന്നതിനാൽ അവൾ പലായനം ചെയ്ത് ഒരു ഹോട്ട് എയർ ബലൂണിൽ കയറുന്നു. തുടർന്ന് ഗലിൻഡ പിന്തുടരുന്നു. പക്ഷേ മുറിയിലേക്ക് പ്രവേശിക്കുന്ന കാവൽക്കാർ എൽഫബയെ ബലൂൺ കൊട്ടാരത്തിൽ നിന്നു മാറ്റാൻ നിർബന്ധിതയാക്കുന്നു. അത് ഒടുവിൽ കേടുപാടുകൾ സംഭവിക്കുന്നു. രക്ഷപ്പെട്ട ശേഷം സുരക്ഷിതരായി ഗലിൻഡ എൽഫാബയോട് ശാന്തമായിരിക്കാനും അടുത്ത മുറിയിലുള്ള മാഡം മൊറിബിളിന്റെയും വിസാർഡിന്റെയും വാക്കുകൾ ശ്രദ്ധിക്കാനും പറയുന്നു. എൽഫാബ് താനൊരിക്കലും അതിൽ പങ്കുചേരില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഗലിൻഡ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അത്ഭുതകരമായി തോന്നുന്നില്ലെന്നും അവളുടെ അടങ്ങാത്ത അത്യാഗ്രഹം മാത്രമാണ് ഇതിന് കാരണമെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. ഗലിൻഡയുടെ നിഷേധങ്ങൾക്കിടയിലും എൽഫാബയുടെ ദുഷ്ടതയെക്കുറിച്ച് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്ന മഡാം മൊറിബിളിന്റെ നഗരവ്യാപകമായ അറിയിപ്പ് അവരുടെ തർക്കത്തിന് തടസ്സമുണ്ടാക്കുന്നു. എൽഫാബയെ ദുഷ്ടമന്ത്രവാദിനി എന്ന് മുദ്രകുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം മഡാം മൊറിബിൾ അവസാനിപ്പിക്കുമ്പോൾ എൽഫാബയുടെ നിരാശ വ്യക്തമാണ്. എൽഫാബയുടെ പച്ചനിറം അവളുടെ ദുഷിച്ച ആത്മാവിനെ പ്രതിഫലിക്കുന്നു എന്നും കുരങ്ങന്മാരുടെ വൈരൂപ്യത്തിന് അവളാണ് കാരണമെന്നും അവർ ആരോപിക്കുന്നു. ഗലിൻഡ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മാപ്പ് പറയാൻ മടങ്ങിവരാൻ നിർദ്ദേശിക്കുന്നു. കൂടാതെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുന്നതിലുള്ള വിരക്തി അവൾ പ്രകടിപ്പിക്കുകയും സ്വന്തം വിവേചനാധികാരത്തിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എൽഫാബയ്ക്ക് ഇപ്പോഴും മന്ത്രവാദിയുമായി എല്ലാം സ്വന്തമാക്കാൻ കഴിയുമെന്ന് അവൾ അവകാശപ്പെടുന്നു. പക്ഷേ അതിൽ താൽപ്പര്യമില്ലെന്ന് പ്രകടിപ്പിക്കുന്നു. കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെത്തിയ അവൾ കാവൽക്കാർ അവരുടെ തിരച്ചിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവൾ ഗ്രന്ഥം സൗദനദാഹന എടുത്ത് ചിറകുകൾ മുളയ്ക്കാൻ ഒരു മന്ത്രം ചെയ്യുന്നു. അവൾ പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് ഒരു ചൂൽ എൽഫാബയുടെ നേർക്ക് കുതിച്ചുവരുന്നു. അവൾ ഞെട്ടിയതായി തോന്നുന്നു. തുടർന്ന് ഗലിൻഡ അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അവളുടെ ശക്തിയെ അവൾ അതിരുകടന്നു വിലയിരുത്തുന്നുണ്ടാവാം എന്ന് സൂചിപ്പിക്കുന്നു. എൽഫാബ് അത് സ്വന്തമാക്കിക്കഴിഞ്ഞാൽ അവൾ ഗലിൻഡയോട് തന്നോടൊപ്പം ചേരാൻ അഭ്യർത്ഥിക്കുന്നു. അവർ ഒരു ടീമായി വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് നിർദ്ദേശിക്കുന്നു. എൽഫാബ് വിറയ്ക്കുന്നത് കണ്ട ഗലിൻഡ വേഗം ഒരു കറുത്ത മേലങ്കിയെടുത്ത് അവളെ പുതപ്പിച്ചു. ഇതിനുശേഷം എൽഫാബ് എമറാൾഡ് സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യാനുള്ള തീരുമാനത്തിൽ സന്തോഷം കണ്ടെത്തുമെന്ന് ഗലിൻഡ പ്രത്യാശിക്കുന്നു. എൽഫാബ് ഈ വികാരം പ്രതിധ്വനിക്കുന്നു. കാവൽക്കാർ അറയിലേക്ക് ഇരച്ചുകയറുമ്പോൾ അവർ ഒരുമിച്ച് പലായനം ചെയ്യുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ അവൾ ഒരു ജനലിലൂടെ ചാടി നിലത്തേക്ക് കുതിക്കുന്നു. ദുഃഖകരമെന്നു പറയട്ടെ, കാവൽക്കാർ ഗലിൻഡയെ പിടികൂടുന്നു. അവളെ വിട്ടേക്കാൻ എൽഫാബ് യാചിച്ചിട്ടും അവർ അവളെ അവഗണിക്കുന്നു. അവളുടെ ഉള്ളിലേക്ക് ബാല്യകാലത്തെ ആഘാതങ്ങളുടെ ഒരു തിരയിളക്കം ആഞ്ഞടിക്കുന്നു. കണ്ണാടിയിൽ തന്റെ ഇളയരൂപം പ്രതിഫലിക്കുന്നതായി അവൾക്ക് തോന്നുന്നു. അവൾ കണ്ണാടിക്ക് വേണ്ടി കൈ നീട്ടുമ്പോൾ ചൂൽ അപ്രതീക്ഷിതമായി പ്രവർത്തിക്കുകയും ഗലിൻഡയെ രക്ഷിക്കാനായി എൽഫബയ്ക്ക് കോട്ടയിലേക്ക് പറക്കാൻ സാധിക്കുകയും ചെയ്യുന്നു.
കാവൽക്കാർ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴും കുരങ്ങന്മാർ ആക്രമിക്കുന്നതിന് തൊട്ടുമുൻപ് അവൾ രക്ഷപ്പെടുന്നു. നെസറോസ് സന്ദർശിക്കുമ്പോൾ തന്നെ മാഡം മോറിബിളിന്റെ പ്രഖ്യാപനം കേട്ട ത്രോപ്പ് ഹൃദയാഘാതം മൂലം തളർന്നു വീഴുന്നു. അതിനിടെ മാഡം മൊറിബിൾ ഗാർഡുകളോട് ഗലിൻഡയെ വിട്ടേക്കാൻ ആജ്ഞാപിക്കുകയും അവർ അനുസരിക്കുമ്പോൾ അവളെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. ഫിയറോ കുതിരപ്പുറത്ത് സ്കൂളിൽ നിന്ന് യാത്രയാകുന്നു. അല്പം കഴിഞ്ഞ് എൽഫാബ് ആകാശത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഓസിലുടനീളം തന്റെ അപരാജിതത്വം പ്രഖ്യാപിക്കുന്നു. സംസാരിക്കുമ്പോൾ അവൾ നഗരത്തെ ഇരുട്ടിലാഴ്ത്തുന്നു, കൂടാതെ മന്ത്രവാദി വിളറി വെളുക്കുന്നു. എൽഫാബയുടെ മുൻകഥ അവൾ എല്ലാവരും കരുതുന്നതുപോലെ വില്ലത്തിയല്ലെന്ന് വെളിപ്പെടുത്തുന്നു. മാഡം മൊറിബിളും ഓസിലെ മാന്ത്രികനുമാണ് ഈ കഥയിലെ വില്ലന്മാർ. അവർ എൽഫാബയുടെ സഹായം തേടുന്നത് ഓസിലെ മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യാനാണ്. എൽഫാബ് സഹകരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് അവൾ ഗ്രിമ്മറി മോഷ്ടിച്ച് രാജ്യം വിട്ടുപോവുകയായിരുന്നു. എൽഫാബ് ഓസിനെ നിരസിച്ചത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഗലിൻഡ ഒരു നല്ല സുഹൃത്താകുന്നതിനേക്കാൾ കൂടുതൽ മാഡം മൊറിബിളിനെ ആകർഷിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?